ആരാധന 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 മേ ഗ്ലോറി ആരാധന ആരാധന ഹല്ലേലൂയ 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 മേ ഗ്ലോറി ഹല്ലേലൂയ 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 ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. കണ്ണിലടയ്ക്കാം, കരങ്ങളെ നമുക്ക് തുറന്നു പിടിക്കാം. ഇതാ ദൈവമേ, ഞാൻ ഇവിടെ ഞാൻ അങ്ങ് തേടി വന്നിരിക്കുന്നു ഇവിടെ. To experience your presence and power in my life. I am here, oh my Lord. അവിടുത്തെ ശക്തിയും മഹത്വവും അനുഭവിക്കാൻ, ദർശിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു അവിടുത്തെ അങ്കണത്തിൽ. അങ്ങയൊന്ന് കാണുവാൻ, അങ്ങയൊന്ന് തൊടുവാൻ, അവിടുത്തെ സ്പർശനം അനുഭവിക്കുവാൻ ദൈവമേ എൻ്റെ അകത്തൂടെ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ ശരീരം എന്ന അവിടുത്തെ ആലയത്തെ അങ്ങ് തന്നെ പണിതുയർത്തണമേ. അവിടുത്തെ ആലയമായി അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച ഈ ശരീരത്തെ അങ്ങ് തന്നെ വിശുദ്ധീകരിച്ച് നൽകണമേ. എൻ്റെ പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ അയോഗ്യനാണ് ദൈവമേ. കർത്താവെ, അങ്ങയെ വിളിക്കുവാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ചോദിക്കുവാൻ, ഒരു അനുഗ്രഹം അങ്ങയിൽ നിന്ന് ചോദിക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല ഞാൻ അറിയുന്നു. ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. റോമാ 9 തിരുവചനം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിനും അടിസ്ഥാനം എന്ന നിയമം. മനുഷ്യൻ എത്രമാത്രം ആഗ്രഹിച്ചാലും പ്രയത്നിച്ചാലും ദൈവം അവൻ്റെ ജീവിതത്തിൽ കരുണ കാണിക്കുന്നില്ല എങ്കിൽ ഒന്നും ലഭ്യമല്ല. ആയതിനാൽ കർത്താവേ, അങ്ങ് ഈ ദാസനോട്, ഈ ദാസിയോട്, ഈ ഭാവിയോട് കരുണയോടെ വർദ്ധിക്കണമേ. കരുണയോടെ എന്നെ കാണണമേ കർത്താവേ. എൻ്റെ പാവങ്ങൾ എണ്ണി എന്നെ വിധിക്കരുതേ, എന്നെ തള്ളിക്കളയരുതേ. ദാവീദ് അവിടുത്തെ മുമ്പിൽ നിലവിളിച്ചതുപോലെ ഞാനും നിലവിളിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു മാറ്റരുതേ. അവിടുത്തെ അഭിഷേകത്തിൽ നിന്നും എടുത്തു മാറ്റരുതേ. അടിയനോട് കരുണ തോന്നണമേ. ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. ആകയാൽ അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്, അങ്ങ് കുറ്റമറ്റവനാണ്. ഞാനോ പാപിയാണ് ദൈവമേ. എൻ്റെ പാപങ്ങൾക്കൊത്ത് എന്നെ വിധിക്കരുതേ, എന്നെ തള്ളിക്കളയരുതേ, എന്നെ ശിക്ഷിക്കരുതേ. എന്നോട് കരുണ കാണിക്കണമേ കർത്താവേ. അവിടുന്ന് ഈ ആലയത്തെ വീണ്ടും വിശുദ്ധീകരിച്ച് അവിടുന്ന് സ്വന്തമാക്കി മാറ്റണമേ. 2022 മുതൽ ഫാത്തിമാർ ജവമാല റാലികൾ ആരംഭിച്ചു. ആ 2022 തന്നെയാണ് ആത്മാക്കൾ അപ്പോസ്തലൻ എന്ന പദവിയിലേക്ക് കർത്താവിനെ വിളിച്ചുയർത്തിയത്.
കാരണം ഞാനത് വിശ്വസിച്ചപ്പോൾ, അതിനുവേണ്ടി നിലകൊണ്ടപ്പോൾ, അത് പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗം അതിന് മുദ്ര വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും മാനുഷികമായ കഥകളാണെങ്കിൽ, കൽപ്പിത കഥകളാണെങ്കിൽ, ഒരു കാര്യം ഓർക്കണം, ഈ യുദ്ധം ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി ഡെവിൾ. ഇത് സാത്താനെതിരെയുള്ള പോരാട്ടമാണിത്. പിശാച് സമ്മതിക്കൂ? സാത്താൻ സമ്മതിക്കൂ? അത് സത്യമായത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ സ്പിരിറ്റേഴ്സ് ഈ സത്യത്തെ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ആത്മാക്കൾ രക്ഷപ്പെടുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈശ്വര ആരംഭത്തിൽ നടത്തപ്പെട്ട സ്തുതി ആരാണ് സമയത്ത് കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് വിടുവിച്ചത് വലിയൊരു സമൂഹം ആത്മാക്കളെയാണ്. അനേകം നമ്മുടെ തലമുറ പിതാക്കന്മാർ. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെ ജയിപ്പിച്ചേ പറ്റൂ. അവിടത്തേക്ക് മനുഷ്യൻ്റെ സഹായം, മനുഷ്യൻ്റെ അനുവാദം ആവശ്യമില്ല. ഈ സുവിശേഷം വന്നിട്ട്, ഈ അഭിഷേകം വന്നിട്ട് സഭ ഇതിനെ തിരസ്കരിച്ചു, നിരാകരിച്ചു, സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഫലമാണ് സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെ പറയും. കാരണം ഈ സഭയുടെ പ്രശ്നത്തിന് വേണ്ടി എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഒരു അറിവാണത്. സഭയെ, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിലായിരിക്കേണ്ട അഭിഷേകം അതിനെ വെളിപ്പെട്ടപ്പോൾ തന്നെ 1998 തന്നെ ഏതാനും ചില വ്യക്തികൾ ചേർന്നുകൊണ്ട് അതില്ലാമയ്യാൻ വേണ്ടി അവരുടെ സകല പണി അവർ ചെയ്തിട്ടുണ്ട് 98 മുതൽ. പക്ഷെ ദൈവം അത് വിലക്കിയിട്ടില്ലാത്തത് കൊണ്ട് അതിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. വിജയം വരിക്കുന്നത് വരെ നമ്മൾ നിർത്തില്ല. ഈ സുവിശേഷം, ഈ അഭിഷേകം സീറോ മലബാർ സഭയുടെ, റോമൻ കത്തോലിക്ക സഭയുടെ ഉള്ളില് എന്ന് സഭ സ്വീകരിച്ച് ഇത് പ്രഘോഷിക്കപ്പെടുമോ അതുവരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന സീറോ മലബാർ സഭയെക്കുറിച്ച് വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. തോമാസ് ലീഗയിലൂടെയാണ് ഈ സഭ ഉരുവാക്കപ്പെട്ടത്. കാരണം തോമാസ് ലീഗ കേരളത്തിൽ വന്നു. തോമാസ് ലീഗയിലൂടെ ഇറങ്ങുന്ന അഭിഷേകമാണ് ഇപ്രകാരം ഒരു സമൂഹമായി സീറോ മലബാർ സഭ വേർതിരിയപ്പെട്ട് വളർന്നു വന്നത്. ലോകത്തിൻ്റെ നാനായിടങ്ങളിലേക്കും സീറോ മലബാർ സഭക്കാർ പോയിട്ടുണ്ട്. അനേകം പുരോഗതി. ലോകത്തിലെ ഏറ്റവും ദൈവവിളിയുള്ള ഒരു സഭ അത് സീറോ മലബാർ സഭയായിരുന്നു. ഏറ്റവും അധികം ദൈവവിളി ഉണ്ടായിരുന്ന രൂപത പാലാ രൂപതയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ സമ്പുഷ്ടമായ ഒരു സഭ. ഈ സഭയ്ക്കൊരു വിളിയുണ്ട്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ അനേകം ധ്യാന ഗുരുക്കന്മാരിലൂടെ ലോകത്തിൻ്റെ നാനായിടങ്ങളിലേക്ക് സുവിശേഷം കടന്നുപോയി. ഒരു കാലഘട്ടത്തിൽ 2000 ആണ്ടിലൊക്കെ ലോകത്തിലെ എല്ലായിടങ്ങളിലും സുവിശേഷം പോയി. ഡിവൈനിലെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പലച്ചൻ്റെ നേതൃത്വത്തിൽ അനേകം പുരോഹിതന്മാർ ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു സംഭവം, ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു അത്. ആ സഭയ്ക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു സ്പിരിറ്റ് ജീസസ് അഭിഷേകം. ലോകത്തെ വീണ്ടും രക്ഷിക്കാൻ, നവീകരിക്കാൻ ഈ സുവിശേഷത്തെ, ഈ അഭിഷേകത്തെ കത്തോലിക്ക സീറോ മലബാർ സഭ സ്വീകരിച്ചിരുന്നെങ്കിൽ അതിന്ന് സീറോ മലബാർ സഭയെ നൂറുമേനി ഫലം നൽകുന്ന ഒരു വലിയ വയലാക്കി മാറ്റുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ മനുഷ്യൻ്റെ അസൂയ ഇല്ല, പിശാചിൻ്റെ അസൂയ, സാത്താൻ്റെ അസൂയ മൂലം ലോകത്തിൽ പാപം വന്നു, മരണം വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അസൂയ എന്ന പിശാച് അനേകരെ കീഴ്പ്പെടുത്തിയപ്പോൾ സ്പിരിറ്റ് സഭയ്ക്ക് അസ്വീകാര്യമായി. ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ന് അതിൻ്റെ പരിണത ഫലം സീറോ മലബാർ സഭ അനുഭവിക്കുക. അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ, കാരണം ഒരു വലിയ നിലവിളിയുണ്ട്, എൻ്റെ നിലവിളിയുണ്ട്, തന്നെ ദാസിൻ്റെ നിലവിളിയുണ്ട്, അനേക സ്പിരിറ്റ് മക്കളുടെ നിലവിളിയുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഓരോ ഭേദങ്ങളും, പ്രത്യേകിച്ചും ആ 89, 90, 2000 വരെയുള്ള കാലഘട്ടങ്ങൾ, അതിനുശേഷമുള്ള നാളുകൾ 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ കടന്നുപോയ വലിയ ഞെരുക്കങ്ങൾ, സഭാ അധികാരികളുണ്ടായ വലിയ പീഡിപ്പിച്ച അനുഭവങ്ങൾ, മനുഷ്യമായി പീഡിപ്പിച്ച, അഭിഷേകത്തെ തകർത്ത് കളയാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അതെല്ലാം സഭയ്ക്ക് തിരിച്ചടിയായിട്ട് മാറി.
രക്ഷ നൽകേണ്ട, രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യൻ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വചനം അതിന്നും പ്രസക്തമാണ്. യോഹന്നാൻ 1:9 വചനം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഈശോയെക്കുറിച്ചുള്ള വചനമാണിത്. യേശു ലോകത്തിലായിരുന്നു, ലോകം യേശുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, പക്ഷേ ലോകം യേശുവിനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവരവനെ സ്വീകരിച്ചില്ല. 2000 വർഷം മുമ്പ് ഈശോ ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുവിനെ തിരസ്കരിച്ച ലോകം അതേ യേശുവിൻ്റെ അഭിഷേകത്തെ 2000 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അന്ന് സംഭവിച്ച അതേ കാര്യം ഇപ്പോൾ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ അഭിഷേകമാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്പിരിറ്റ് ഇൻ ജീസസ്, യേശുവിലുള്ള ആത്മാവ്, അത് യേശുവിൻ്റെ അഭിഷേകം. അപ്പോൾ ആ യേശുവിനെ നയിച്ച അതേ അഭിഷേകത്തെ, ഇപ്പം നമ്മൾ ഏലിയയുടെ അഭിഷേകം, മോശയുടെ അഭിഷേകം, ഇത് യേശുവിൻ്റെ അഭിഷേകം. ഒറ്റ വാക്യം പറഞ്ഞാൽ ഈ അഭിഷേകത്തെ ദൈവം വീണ്ടും ലോകത്തിലേക്ക് അയച്ചപ്പോൾ അന്ന് ഈശോയെ സ്വീകരിക്കാൻ പറ്റാതെ പോയ യഹൂദന്മാരെ പോലെ, പരിസയന്മാരെ പോലെ, പുരോഹിതന്മാരെ പോലെ ഈ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ അനേകം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ എൻ്റെ ദുഃഖം അതല്ല. ഓക്കെ, അവർക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകാര്യമല്ലെങ്കിൽ ഓക്കെ. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടുകാലങ്ങളിൽ പള്ളികളിൽ നടത്തിയിട്ടുള്ള അനേകം പ്രഘോഷങ്ങൾ, ഇറക്കിയ ഇടയലേഖനങ്ങൾ, അത് വലിയ വിഷമായി അനേകം വിശ്വാസ ഹൃദയങ്ങളെ കീറി മുറിച്ചിട്ടുണ്ട്. സ്പിരിറ്റിനെ ഒരു ഭീകര ജീവിയെ പോലെ മനുഷ്യൻ കണ്ട കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? എത്രയോ അറപ്പും വെറുപ്പോടുകൂടി മനുഷ്യൻ കണ്ടു. അതിനാരാണ് കാരണക്കാര്? ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞവരാണ്. ഒരു കണക്ക് പറയണം, വില കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇത് തീർന്നിട്ടില്ല, തീരില്ല. ഇത് കൂടുതൽ ഞാൻ വീണ്ടും പരസ്യമായിട്ട് പറയുക, സഭയുടെ അഭിനന്ദരായ പിതാക്കന്മാർ ഇത് കേൾക്കണം, അവരിത് അറിയണം. അതൊരു വലിയ വേദനകളുടെ സംഭവങ്ങൾ, അത് അവർ കേൾക്കേണ്ടതാണ്. എത്രയോ ഹീനവും നിന്ദ്യമായ വഴികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സഭയിലെ ചില അധികാരികൾ ഈ അഭിഷേകത്തിനെതിരായി യുദ്ധം നടത്തിയത്, വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. തേജോവധം ചെയ്തു. ഒരു വാക്ക് വരികയാണ്, തേജോബോധം ചെയ്തു. അതാണ് സംഭവിച്ചത്. മനുഷ്യർക്കാർക്കും അടുത്തു വരാൻ പറ്റാത്ത വണ്ണം, വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണം അവർ ഭയന്നു പോയി. കാരണം തേജോവധമായിരുന്നത്. ഞാൻ ഈ എറണാകുളത്ത് ഒരു പള്ളിയിൽ കുർബാന ചെയ്യുന്നു, കുറേ വർഷം മുമ്പാണ്. അപ്പോൾ കുർബാന കണ്ടുപിടിക്കുക ഇടയ്ക്ക് അച്ഛൻ്റെ പ്രസംഗം, അത് ശമരിയക്കാരി യേശുവിനെ കണ്ടുപിടുന്ന സംഭവത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് അദ്ദേഹം അടച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്കാണ് പോകേണ്ടത്, നിങ്ങൾ തേടി പോകേണ്ടത് ടോം സക്കറിയ അല്ല. ഞാൻ ആ പള്ളിക്കകത്തിരിക്കുക, എന്നെ അച്ഛൻ അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് പ്രസംഗിക്കാമല്ലോ, ഒരു വിഷയം വേണം. അപ്പോൾ എത്രയോ അന്ധമായ രീതിയിൽ ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യൻ എന്താ വിചാരിക്കേണ്ടത്? ടോം സക്കറി ഒരു ഭീകര ജീവിയാണ്, സാത്താൻ തുപ്പി സകല വിഷയങ്ങളും നിർവീര്യമായി പോകട്ടെ. അനേകം തരത്തിലുള്ള പ്രവൃത്തികൾ അതിന്ന് സഭയ്ക്കെതിരെ നിലവിളിക്കുകയാണ്. സഭ ആക്രമിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, അത് കേൾക്കാൻ സഭ ആദ്യം തയ്യാറാകണം. സഭ ഇത്രയും വർഷങ്ങൾ, ഈ 25 വർഷങ്ങൾ അല്ലധികം പ്രശ്നങ്ങൾ കടന്നുപോയിട്ടും ഒരുവൻ പോലും സഭ വിട്ടു പോയില്ല. സഭയോട് ചേർന്ന് നിന്നു. ഒരു പള്ളിയിൽ കുദാശ മുടക്കിയപ്പോൾ വേറെ പള്ളിയിൽ കുദാശകൾ സ്വീകരിച്ചു, കുമ്പസാരങ്ങൾ നടത്തി. കാരണം ജീവൻ വേണമായിരുന്നു, യേശുവിനെ വേണമായിരുന്നു. അതുകൊണ്ട് കിട്ടിയ വഴികളിലൂടെ മനുഷ്യൻ പോയി. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി, വിശുദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി സഭയെ സ്നേഹിച്ചുകൊണ്ട് ചേർന്ന് നിന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് അവകാശമുണ്ട്, വിടുതൽ വേണം, ഇതിന് ഒരു മോചനം ഉണ്ടാക്കണം.
പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുമ്പിലുള്ള സകല ഇരുമ്പ് കവാടങ്ങളും തകർക്കപ്പെടണം. അവൻ അടച്ചുപൂടി ഇരുമ്പ് ഓടാമലുകൾ തകർക്കപ്പെടണം. സ്പിരിറ്റിന്റെ വചനം പ്രസംഗിക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ്. സിറോ മലബാർ സഭയുടെ ഉള്ളില്, റോമൻ കത്തോലിക്ക സഭയ്ക്കുള്ളില്, സിറോ മലങ്കര സഭയ്ക്കുള്ളില്, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭകളില് ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടേ പറ്റൂ. ഇത് പ്രഘോഷിക്കപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ജനത്തിന് നാശമാണ്. ജനമത് കേൾക്കുന്നില്ല എങ്കിൽ, ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇത് പുരോഹിതന്മാർ സ്വീകരിക്കുന്നില്ല എങ്കിൽ സഭയ്ക്ക് നാശമാണത്. വരും കാലങ്ങളിൽ സഭ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ നാശം വഴി സഭയിൽ കടന്നു പോകും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നെങ്കിൽ എൻ്റെ അന്തരാത്മാവിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, സഭയ്ക്ക് വലിയ നാശമുണ്ടാകും, വലിയ തകർച്ചകളുണ്ടാകും. ആർക്കും സമീപിക്കാൻ പറ്റില്ല. ആ നാശം സംഭവിക്കുന്ന ഇത് വഴിയിലൂടെ എനിക്കറിയില്ല. പക്ഷെ വിശ്വാസികളൊക്കെ ചിതറിക്കപ്പെടും, തകർക്കപ്പെടും. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകില്ല. കാരണം മറ്റൊന്നുമല്ല, ദൈവം അയച്ച, ജീവിക്കാൻ ദൈവം അയച്ച ഒരു അഭിഷേകത്തെ, ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ വാക്കിനെ ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നവരെ നിരാകരിച്ച്, തിരസ്കരിച്ച്, നിന്ദിച്ച്, അവഹേളിച്ച്, അപമാനിച്ച്, തേജോവധം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര കാലം ദൈവം കാത്തു നിൽക്കും? പ്രകൃതത്തിൻ്റെ ഒരു കാലമുണ്ട്, നാശത്തിൻ്റെ ശിക്ഷയും ഒരു കാലമുണ്ട്. സഭ കണ്ടു തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരും നശിക്കണമെന്ന് ആഗ്രഹിച്ചല്ല ദൈവം തൻ്റെ വചനത്തെ അയച്ചത്. പക്ഷേ മനുഷ്യൻ്റെ അനുസരണക്കേട്, മനുഷ്യൻ്റെ അവിശ്വസത അത് നാശമുണ്ടാക്കും. അതിനെ കേൾക്കുന്ന സഭയിലുള്ള അഭിനയ പുരോഹിതന്മാരും, സഭയിലെ മെത്രാന്മാരും, സഭയിലെ ഉന്നത അധികാരികളൊക്കെ, ഇന്നലെ ഈവൻ കരിസ്മാറ്റിക് നേതാക്കന്മാർ പോലും, ധ്യാനഗുരുക്കന്മാരാണെന്ന ആളുകൾ, എത്രയോ ആളുകൾ എനിക്കറിയാം, എത്രയോ അവർ മൂലം എത്ര ഇടങ്ങളിൽ എടുത്ത ശുശ്രൂഷകൾ നടത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, പല വിദേശ രാജ്യങ്ങളിൽ പല പുരോഹിതന്മാരടുക്കൽ വിളിച്ചു പറഞ്ഞ്, അവിടെയുള്ള ഒരുപക്ഷെ ആഫ്രിക്കൻസോ അല്ലെങ്കിൽ വെള്ളക്കാരായ പുരോഹിതന്മാരടുക്കൽ വിളിച്ചു പറഞ്ഞ് അവനെ വിലക്കിയതാണ്, അവനെ പള്ളി കയറ്റരുത് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യരുണ്ട്. അതിനോട് ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ പലരും റദ്ദായി പോയിട്ടുണ്ട്. അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല. പക്ഷെ അവിടെയെല്ലാം സംയമനം പാലിച്ച് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് കാത്തിരുന്നു. ദൈവം കരുണ കാണിക്കാൻ സഭയുടെ അധികാരികൾക്ക് ഹൃദയത്തുറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, കീഴ്ത്തി പിടിക്കാൻ സ്വർഗത്തിലേക്ക്. കർത്താവേ, ഞങ്ങൾക്ക് നീതി വേണം. ഈ 37 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അഭിഷേകത്തെ അയച്ചിട്ട്. അതിൽ 25 വർഷങ്ങളായി ഞങ്ങൾ തള്ളപ്പെട്ടവരെ പോലെ, തിരസ്കരിക്കപ്പെട്ടവരെ പോലെ, കൊലക്കൊണ്ടുപോകുന്ന ആടുകളെ പോലെ, മനുഷ്യനാൽ ചവിട്ടപ്പെടാൻ, നിന്ദിക്കപ്പെടാൻ വിട്ടുകൊടുക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് നീതി വേണം ദൈവമേ, ഞങ്ങൾക്ക് നീതി വേണം കർത്താവേ. അങ്ങയുടെ സഭയാണ് കത്തോലിക്ക സഭ, അവിടുത്തെ സഭയാണ് ദൈവമേ. ആ സഭയ്ക്കുള്ളിൽ ഈ സുവിശേഷം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ അഭിഷേകത്തെ തന്നത്. എന്നാൽ ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരെ പോലെയാണ്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പാവങ്ങൾ, ഞങ്ങളുടെ അവിശ്വസ്തകൾ, ഞങ്ങളുടെ അശുദ്ധമായെല്ലാം മാപ്പാക്കി ക്ഷമിച്ച് കർത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക മനുഷ്യരിന്ന് നശിക്കുകയാണ് ദൈവമേ. എന്താണ് ഒരു രക്ഷപ്പെടുന്ന മാർഗം? ഇത്രമാത്രം ധ്യാന ഗുരുക്കന്മാരുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അനേകം ധ്യാനങ്ങൾ പങ്കെടുക്കുന്നു. പക്ഷെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അനേകം മനോരോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, മരുന്ന് ലേപന ഔഷധമല്ല, അങ്ങയുടെ വചനം, വിടുതലിന്റെ വചനം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ. സഭ ഇത് സ്വീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ അങ്ങ് കൽപ്പിക്കണമേ, അങ്ങ് ഇടവരുത്തണമേ, അങ്ങ് ഇടവരുത്തണമേ, അങ്ങ് ഇടവരുത്തണമേ. ഈ 2025 ജനുവരി മാസം 8-ാം തീയതി ആദ്യമായിട്ട് കത്തോലിക്ക പള്ളിയിൽ ഈ ശുശ്രൂഷകൾ കേരളത്തിൽ നടത്തപ്പെട്ടെങ്കിൽ കർത്താവേ, ഇനി വരാൻ പോകുന്ന നാളുകൾ ഞങ്ങളുടെ ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് കത്തോലിക്ക പള്ളികൾക്ക് അകത്താണ്, പുറത്തല്ല കർത്താവേ. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അതിലേക്ക് സാത്താൻ വിട്ടുമാറട്ടെ, കീഴടങ്ങട്ടെ. ഞങ്ങൾക്ക് നീതി വേണം ദൈവമേ, ഞങ്ങൾക്ക് നീതി വേണം കർത്താവേ. നീതി നടപ്പിലാക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പെസഹകന്യാമരത്തിന് വലിയ കാരുണ്യം മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ജോസഫ് അമ്പാനി പിതാവ് അദ്ദേഹം പറഞ്ഞു അടുത്ത മീറ്റിംഗ് 5 മെത്രാന്മാരുണ്ട്. എൻ്റെ മീറ്റിങ്ങിന് പോയില്ല, പിതാവ് വിളിച്ചില്ല, ഞാൻ ചോദിച്ചില്ല. കാരണം അവിടെ ഒരാവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, നരകത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അത് സാധ്യമല്ല പിതാക്കന്മാരെ, എനിക്കിത് മുന്നോട്ട് ചെയ്യണമെന്നും ഞാൻ പറയേണ്ടി വരും. അത് കൂടുതൽ അകൽച്ചയ്ക്കും വേദനയും കാരണമാകും. അതുകൊണ്ട് ഒരു മീറ്റിങ്ങിന് പിന്നെ പോയില്ല. കാരണം കർത്താവിൻ്റെ സമയമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് അവരെ പഠിപ്പിക്കണം, അവരെ തിരുത്തണം, അവരറിയണം എന്താണ് സ്പിരിച്വലിൻ്റെ പഠനങ്ങൾ. അത് കേൾക്കാൻ അവർ തയ്യാറാകണം. അതുമാത്രം മതി. ഞാൻ ഗുജറാത്തിലൊരു ധ്യാനത്തിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്. ഒരു മനുഷ്യനോട് വന്നു, ഒരു ജുബ്ബായിക്കിട്ട് ഒരു മനുഷ്യൻ. അദ്ദേഹം വന്ന് പുറകിൽ വന്നിരിക്കുന്നു, ഏറ്റവും പുറകിൽ. അന്ന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന വചനം ആത്മാക്കളെ കുറിച്ചായിരുന്നു. യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നരകത്തിലേക്ക് ഇറങ്ങി എന്നുള്ള കത്തോലിക്ക സഭയുടെ കാത്തലിക് ചർച്ച് ആർട്ടിക്കിൾ 5 ഇംഗ്ലീഷ് ധ്യാനമാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ പഠിപ്പിക്കുകയാണ് ജനത്തെ. ആ ക്ലാസ് കഴിഞ്ഞും അത്രയും സമയത്ത് അവിടെ ഇരുന്നു. ടോക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയി. അതാരെനിക്ക് മനസ്സിലായില്ല. ഞാനെൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ മോതിൽ തട്ടി. നോക്കുമ്പോൾ ഞാൻ കണ്ട ആ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ആം എ പ്രീസ്റ്റ്, ഐ കം ടു സീ യു. നിന്നെ കാണാൻ വേണ്ടി അവിടെ വന്നതാണ്. നിന്റെ ടോക്ക് ഞാൻ കേട്ടു. അതിനെ കൈക്ക് പിടിച്ച് പറയാണ്, ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം, ഇതാണ് സഭയ്ക്ക് പ്രഘോഷിക്കപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് സഭയിൽ പ്രഘോഷിക്കപ്പെടേണ്ടത്. പക്ഷെ ഇത് പറയാൻ ആരുമില്ല. അത് പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വചനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം അദ്ദേഹത്തെ ഉണർത്തി എന്നുള്ളതാണ്. കേൾക്കണം, വചനം കേൾക്കണം. അവരും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു തീരുമാനം പറയുമ്പോൾ അത് ശരിയില്ല. ഞാൻ കൊണ്ടോ പറഞ്ഞത്, സഭയെ നയിക്കുന്ന പുരോഹിതന്മാർ, മെത്രാന്മാർ, അധികാരികൾ ഇത് കേൾക്കാൻ തയ്യാറാകണം. എന്താണ് ഈ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്താണ് ആത്മാക്കളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്താണ് വിജാതീയവൽക്കരണത്തിൻ്റെ അപകടങ്ങൾ? എന്താണ് പരിശുദ്ധ കന്യാമരത്തിൻ്റെ മഹത്വം? എന്താണ്? ഇതൊക്കെ കേൾക്കാൻ തയ്യാറായാൽ സംഭവിക്കുന്ന മറ്റൊന്നാണ്. പിടിച്ച സഭയ്ക്കുള്ളിലായിരിക്കും. പണ്ട് എന്നോട് തൃശ്ശൂരിലെ അഭിമന്യ തൂങ്ങുഴി പിതാവ്, ജേക്കബ് തൂങ്ങുഴി പിതാവ്, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ, ഇത്രമാത്രം പരാതികൾ പുറത്തുണ്ടല്ലോ, ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ഇവിടെ അച്ഛന്മാരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, എല്ലാ ഇടവല അച്ഛന്മാരും വരുന്ന മീറ്റിംഗ് ഉണ്ടല്ലോ, എനിക്കൊരു അല്പസമയം തന്നാൽ ഒന്ന് ഇവിടെ വന്ന് ഈ കാര്യം ഒന്ന് പങ്കുവയ്ക്കാൻ, എന്താണ് ഞാൻ പ്രസംഗിക്കുന്നത് പഠിപ്പിക്കാൻ ഒരു അവസരം തന്നാൽ അതൊത്തിരി സഹായകമായിരിക്കും. അദ്ദേഹം പറഞ്ഞ മറുപടി, ടോംസക്കയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്തായി പോകും, അതുകൊണ്ട് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞതാണ്. അത് ടോംസക്കയുടെ പ്രസംഗം കൊണ്ടല്ല, അഭിഷേകത്തിൻ്റെ ശക്തിയാണെന്നുള്ളത് അവർക്കറിയില്ല. നിങ്ങളത് വിശ്വസിച്ചത് നിങ്ങൾക്ക് വന്ന അഭിഷേകമാണ്. നിങ്ങളെ വിശ്വസിപ്പിച്ചത് പഠിപ്പിച്ചത് അഭിഷേകമാണ്. ഇപ്പോൾ തന്നെ സ്തുതിക്കുക, നിങ്ങളോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി, ആരാധന, സ്തോത്രം, ഗ്ലോറി, ആരാധന, ഹല്ലേലൂയ, സ്തോത്രം.